വെൽക്കം ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് വളരെ പോപ്പുലർ ആയിട്ടുള്ള കാരമൽ ബ്രെഡ് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. ഇത് കണ്ടു നോക്കാം. അപ്പോൾ ഈ കാരമൽ ബ്രെഡ് പുഡിങ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം കുറച്ച് പാല് ചൂടാക്കാം. ഈ സോസ് പാനിലേക്ക് ഒരു 500 ml മിൽക്ക്, ഈ പാല് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, പാല് നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങി. ഇനിയും നമുക്കിതിലേക്ക് ബ്രെഡ്, 3 സ്ലൈസ് ബ്രെഡാണ് എടുത്തേക്കുന്നത്. 3 സ്ലൈസിൻ്റെ അരികെല്ലാം കളഞ്ഞ് എടുത്തേക്കുന്നതാണ്. പാൽ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് വെച്ച് ഈ ബ്രെഡിനകത്തേക്ക് പൊടിച്ചിടുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ബ്രെഡ് നന്നായിട്ട് പാൽ അബ്സോർബ് ചെയ്ത് സൂക്ക്ഡപ്പ് ആവണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഇനി ഒന്ന് അടച്ച് വെക്കുക. ഒരു 20 മിനിറ്റ്, 20 to 30 മിനിറ്റ്സ് അടച്ച് വെക്കാം. ഇത് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കുമ്പോൾ നമുക്ക് കാരമൽ ഉണ്ടാക്കാം. കാരമലിനായിട്ട് ഒരു പാൻ ഹീറ്റ് ചെയ്യുക. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, 3 or 4 ഒക്കെ ഒഴിക്കാം. നമ്മുടെ കൂടുതൽ കാരമൽ വേണമെങ്കിൽ 4 ടേബിൾ സ്പൂൺ വരെ ഉപയോഗിക്കാം. 4 ടേബിൾ സ്പൂൺ ഷുഗർ എടുക്കുക. ഈ ഷുഗർ പതുക്കെ ഡിസോൾവായി അത് കാരമലായി വരണം. അതുവരെ സ്ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഷുഗർ കാരമലൈസ് ചെയ്യാനായിട്ട് നമ്മൾ വെക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് തട്ടിക്കൊടുക്കുക, ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക. കാരമൽ ആകുന്ന സമയം കൊണ്ട് നമുക്കൊരു പാൻ റെഡിയാക്കാം ഈ കാരമൽ ഒഴിക്കാനായിട്ട്. ഞാൻ എടുത്തേക്കുന്ന ഒരു 7-inch സ്റ്റീൽ പാനാണ്. ഇതിലേക്ക് നന്നായിട്ട് ബട്ടർ അപ്ലൈ ചെയ്യുക. നല്ലൊരു ഗോൾഡൻ കളർ ആകുമ്പോൾ ഈ പാനിലേക്ക് ഷുഗർ സിറപ്പ്, ഈ കാരമൽ സിറപ്പ് ഒഴിക്കാം. ഓക്കെ, ഇത് മതി. ഇതാ കളർ, ഈ ഒരു കളറാകുമ്പോൾ ഒഴിക്കുക. ഇത് പെട്ടെന്ന് സെറ്റാവും, അതുകൊണ്ട് പെട്ടെന്ന് ഒഴിച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാരമൽ സെറ്റായി. ഓക്കെ, വളരെ തിൻ ലെയറേ ഉള്ളൂ. ഒരുപാട് തിക്കാണെങ്കിൽ നമ്മൾ പാത്രത്തിൽ നിന്ന് പിന്നെ കമത്തുമ്പോൾ കുറേ പാത്രത്തിൽ പറ്റി പിടിച്ചിരിക്കും. തിൻ ലെയർ ഒഴിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇത് മാറ്റി വെക്കാം. ഇനിയും അടുത്ത സ്റ്റെപ്പ് നമുക്ക് എഗ്സ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാനായിട്ടുണ്ട്. ഈ ബോളിലേക്ക് 3 മുട്ട, തീരെ ചെറിയ മുട്ടയാണെങ്കിൽ നിങ്ങൾക്ക് 4 മുട്ട യൂസ് ചെയ്യാം. ഷുഗർ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര, 4. ഇതൊരു മീഡിയം മധുരം ഉണ്ടാകത്തുള്ളൂ. നല്ല മധുരം വേണമെങ്കിൽ 5 ടേബിൾ സ്പൂൺ വരെ ഷുഗർ ചേർക്കാം. വാനില എസൻസ് 1 ടീസ്പൂൺ. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബയോവിസ്ക് വെച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. വാനില എസൻസിന് പകരം ജാതിക്ക ചിരണ്ടി വേണം ചേർക്കാം. ട്രഡീഷണലി നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ജാതിക്കയൊക്കെയാണ് ചേർത്തുകൊണ്ടിരുന്നത്. നല്ലൊരു ഫ്ലേവറാണ്. ഓക്കെ, ഈ മിക്സ്ചറും റെഡിയാണ്. ഇനി നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന മിൽക്ക് മിക്സ്ചർ ഉണ്ടല്ലോ, ഇത് അത്യാവശ്യം കൂളായി, ചൂടുണ്ട്, ചെറിയ ചൂടുണ്ട്. ഇത് മിക്സിയിലിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം ബ്രെഡെല്ലാം നന്നായിട്ട് സോക്ക്ഡപ്പ് ആയിട്ടുണ്ട്. ഓക്കെ, ഈ മിൽക്ക് മിക്സ്ചർ, മിൽക്കും ബ്രെഡും കൂടെയുള്ള മിക്സ്ചർ നമുക്ക് ഇനി മുട്ടയിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഈ മുട്ടയും ഷുഗറൂടെ മിക്സ് ചെയ്യുമ്പോൾ ഷുഗർ ഡിസോൾവ് ആവണം കേട്ടോ. ഫുൾ ഡിസോൾവ് ആയിട്ട് വേണം ഇത് ചേർക്കാൻ.
നമ്മുടെ കാരമൽ ലെയറിൻ്റെ പുറത്തേക്ക് ഇത് ഒഴിക്കാം. നമുക്ക് സ്റ്റീമറിൽ വെച്ച് സ്റ്റീം ചെയ്തെടുക്കാം. സ്റ്റീമറിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചാണ് വെച്ചേക്കുന്നത്. ഇനി ഈ ഒരു പാത്രം നമ്മൾ സ്റ്റീം ചെയ്യാനായിട്ട് വെക്കുന്ന പുഡിങ്ങിൻ്റെ പാത്രം കവർ ചെയ്തിട്ട് വേണം ഇതിനകത്തേക്ക് വെക്കാനായിട്ട്. അപ്പോൾ അലുമിനിയം ഫോയിൽ വെച്ചിട്ടോ കവർ ചെയ്യാം. സ്റ്റീം വരാൻ തുടങ്ങിക്കഴിയുമ്പോൾ ഹൈ ഫ്ലെയിമിൽ 10 മിനിറ്റ് സ്റ്റീം വന്നു കഴിഞ്ഞിട്ട് വേണം ടൈം വെക്കാനായിട്ട്. 10 മിനിറ്റ് വെക്കുക. 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും അത് കഴിഞ്ഞ് തീ കുറച്ച് ഒരു 10 മിനിറ്റും വെക്കുക. ഈ ഒരു രീതി ഫോളോ ചെയ്താൽ നല്ല നല്ല ടെക്സ്ചറിലുള്ള പുഡിങ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ സ്റ്റീം വരുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. സ്റ്റീം വന്നു തുടങ്ങി. ഇനിയും 10 മിനിറ്റ് ഹൈ ഫ്ലെയിം. ഇത് ടൈം വെച്ച് തന്നെ ചെയ്യുക, എന്നാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. 10 മിനിറ്റ് ഹൈ ഫ്ലെയിം, അതിനുശേഷം തീ കുറച്ച് 10 മിനിറ്റ് ലോ ഫ്ലെയിമിലും വെക്കുക. കാരമൽ ബ്രെഡ് പുഡിംഗ് നമ്മൾ ഹൈ ഫ്ലെയിമിൽ 10 മിനിറ്റ്സ് കുക്ക് ചെയ്തു. അതിനുശേഷം തീ കുറച്ച് 10 മിനിറ്റും കൂടെ കുക്ക് ചെയ്തു ലോ ഫ്ലെയിമിൽ. ഇനി ഇത് തുറക്കാം. അപ്പോൾ നോക്കിയാൽ പുഡിംഗ് എല്ലാം സെറ്റായിട്ടുണ്ട്. ഇതിന് കൂളാവണം. ഫ്രിഡ്ജ് വെച്ചൊരു 2 മണിക്കൂറെങ്കിലും ചില്ല് ചെയ്യുക. എന്നിട്ട് മാത്രമേ അപ്സൈഡ് ഡൗൺ ഇടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കാരമൽ ബ്രെഡ് പുഡിംഗ് തണുക്കാനായിട്ട് നമ്മൾ 2 hours ഫ്രിഡ്ജിൽ വെച്ചു. ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് ടേൺ ചെയ്യാം. ആദ്യം ഇതിൻ്റെ സൈഡ്സ് ഒന്ന് വിടിവിച്ച് കൊടുക്കുക. പ്ലേറ്റിലേക്ക് അപ്സൈഡ് ഡൗൺ കമത്തുക. ഇപ്പം ഇതൊക്കെ ലിഫ്റ്റ് ചെയ്യുക. നല്ല പെർഫെക്റ്റ് ടെക്സ്ചറിലുള്ള പുഡിങ്ങാണ്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ടെക്സ്ചർ ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ ക്രീമി ആയിട്ടുള്ള ഈ പുഡിംഗ് കണ്ടോ, നല്ല ടെക്സ്ചറാണ്, പെർഫെക്റ്റ് ടെക്സ്ചറാണ്. എങ്ങും കേർഡിൽഡ് ആവാതെ നല്ല സ്മൂത്ത് ടെക്സ്ചറായിട്ട് കിട്ടി. അപ്പോൾ ഈ പുഡിംഗ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിൻ്റെ കുക്കിംഗ് ടൈമാണ്. 10 മിനിറ്റ് ഹൈ ഫ്ലെയിം, പിന്നെ റെഡ്യൂസ് ചെയ്ത് ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ്. പിന്നെ എടുക്കുന്ന പാൻ ഒത്തിരി ഹൈറ്റിൽ ഒഴിക്കാതിരിക്കുക. ഇപ്പം ഡബിൾ ക്വാണ്ടിറ്റി ഒക്കെ ചെയ്യുമ്പോൾ എപ്പോഴും ഒത്തിരി കട്ടിക്ക് ഒഴിക്കാതിരിക്കുക. ഈ ഒരു ഹൈറ്റിൽ ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് പുഡിംഗ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ പുഡിംഗ് നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നല്ല വീഡിയോസിൽ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.